വിഷുവിന് തിരികെ എത്താം അമ്മേ എന്നു പറഞ്ഞ നിതിൻ ആ വീട് വിട്ട് ഇറങ്ങി. ഒരുപാട് ആഗ്രഹങ്ങളുണ്ടായിരുന്നു. ഇവിടുത്തെ ഈ ഡോക്ടർ പഠനം പൂർത്തിയാക്കിയതിന് ശേഷം പുറത്തു പോകണം എന്നതായിരുന്നു അവൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. താൻ കോളേജിൽ പഠിക്കുമ്പോൾ പലതരം ആവശ്യങ്ങൾക്കും വീട്ടുകാരെ ഉപദ്രവിക്കാതിരിക്കാൻ എന്ത് ജോലി ചെയ്യാനും മടിയില്ലാത്തൊരു കുട്ടി തന്നെയായിരുന്നു നിതിൻ. പറ്റുന്നതെല്ലാം തന്നെ സഹോദരിമാരും അച്ഛനും അമ്മയും കൂടി വീട്ടിൽ കൊടുക്കും. എന്നാൽ പറ്റാത്തതെല്ലാം അവൻ്റെ കയ്യിലുണ്ടായിരുന്നു. എന്നാൽ അതൊരിക്കലും അവനെ നശിപ്പിക്കില്ല എന്നും ലോൺ എടുത്തതാണ് അവന് മാനസിക സംഘർഷമുണ്ടായതെന്ന് പറയാൻ ഒരർഹതയുമില്ല എന്നാണ് പലരും പറയുന്നത്. ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ ഓരോന്നും പുറത്തു വരുമ്പോഴും വളരെയധികം വേദനിപ്പിക്കുകയാണ് എന്ന് തന്നെ നമുക്ക് പറയാം. ലോൺ എടുത്തിരുന്നു നിതിൻ രാജ് എന്ന് പറയുമ്പോൾ ആ ലോൺ തുക അടയ്ക്കാനുള്ള അവരുടെ ഭീഷണി കാരണമാണ് നിതിൻ രാജ് ആത്മഹത്യ ചെയ്തത് എന്ന് പോലീസ് ഇപ്പോൾ പറയുകയുണ്ടായി. എന്നാൽ അത് കാരണം ഒരിക്കലും അവൻ ആത്മഹത്യ ചെയ്യില്ല എന്ന് അവൻ്റെ സഹോദരിയും അച്ഛനും അമ്മയും ഉറപ്പിച്ചു പറയുന്നു. കാരണം അല്ലലില്ലാതെയല്ല അവൻ വളർന്നത്. ദാരിദ്ര്യവും അതുപോലെ ഇത്തരത്തിലെ കഠിന പ്രയത്നമൊക്കെ മനസ്സിലാക്കിയാണ് അവൻ വളർന്നത്. അതുകൊണ്ട് തന്നെ ദാരിദ്ര്യം അല്ലെങ്കിൽ ഇത്തരത്തിൽ പൈസ ഇല്ലാത്തൊരവസ്ഥ അവനെ ഒരിക്കലും മനസ്സ് മടുപ്പിക്കുന്ന രീതിയിലേക്ക് കൊണ്ടെത്തിക്കില്ല. അങ്ങനെ അവൻ ആത്മഹത്യ ചെയ്യണമെങ്കിൽ അവന് നേരത്തെ ആകാമായിരുന്നു. ഇതെല്ലാം നേടണമെന്ന് മാത്രമാണ് അവന് ആഗ്രഹമുണ്ടായിരുന്നത്. അതുകൊണ്ട് പൈസയുടെ കാര്യം പറഞ്ഞൊരിക്കലും അവൻ അല്ലെങ്കിൽ ലോൺ എടുത്തതിനെക്കുറിച്ച് ഭയന്ന് അവൻ ഒരിക്കലും അത് ചെയ്യില്ല എന്ന് സഹോദരിമാരും അച്ഛനും അമ്മയും ഒരേ ശ്വാസത്തിൽ പറയുന്നുണ്ട്. ഇതിനെക്കുറിച്ച് അറിയുന്ന എല്ലാവരും ആ കാര്യം പറയുന്നു. ഒരിക്കലും അവനത് ചെയ്യാനാകില്ല എന്നാണ് പറയുന്നത്. അത്രമാത്രം വേദന അവൻ്റെ ഉള്ളിലുണ്ടായിരുന്നു എന്ന് പറയുന്നു. ഇപ്പോൾ കള്ളക്കഥകൾ പറഞ്ഞ് മെനഞ്ഞുണ്ടാക്കി അവൻ്റെ ജീവിതം നശിപ്പിച്ചതുപോലെ വീണ്ടും അവനെ ക്രൂശിക്കാനാണ് എല്ലാവരുടെയും പദ്ധതിയെന്ന് മനസ്സിലാക്കുന്നുണ്ട്. നല്ലൊരു പയ്യനായിരുന്നു. വളരെയധികം സ്നേഹത്തോടെ വീട്ടുകാരോടൊപ്പം ജീവിക്കാൻ ആഗ്രഹിച്ചിരുന്നൊരു പയ്യൻ തന്നെയായിരുന്നു. ആളുകൾ ഇപ്പോൾ അദ്ദേഹത്തിനെക്കുറിച്ച് കൂടുതലും അന്വേഷിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾക്കും നാട്ടുകാർക്കും ബന്ധുക്കൾക്കും ഒക്കെ പ്രിയപ്പെട്ടവനായിരുന്നു. ആരെടുത്തും എതിർത്തൊന്നും പറയാറില്ല. അങ്ങനെ അവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അധ്യാപകരോട് അവൻ തിരിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര സഹികെട്ട് അവൻ അത്ര ടോളറേറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ പറയൂ എന്നാണ് അവരുടെ വിദ്യാർത്ഥികൾ പോലും പറയുന്നത്. അങ്ങനെ ആരും അധ്യാപകർക്കെതിരെ സംസാരിക്കാറില്ല. എന്നാൽ താൻ മനഃപൂർവ്വം ടാർഗറ്റ് ചെയ്യപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ നിതിൻ രാജ് അങ്ങനെ അധ്യാപകനോട് സംസാരിക്കുകയായിരുന്നു. അത് കൈവിട്ടു പോയൊരവസ്ഥയിലാണ് അവൻ ആത്മഹത്യയ്ക്ക് ചെയ്തത്. അത്രയും അധ്യാപകരുടെ മുന്നിൽ വെച്ച് ഒരു അധ്യാപകനെ അങ്ങനെ പറയാൻ ധൈര്യം കാണിച്ച വിദ്യാർത്ഥി എന്തുകൊണ്ടായിരിക്കും ആത്മഹത്യ ചെയ്തിട്ടുണ്ടാവുക എന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ അവൻ എന്ത് ധൈര്യമുണ്ടായിരുന്നു എന്നും അവൻ എന്തൊരവസ്ഥയിൽ നിന്നാണ് അധ്യാപകനോട് എതിര് പറഞ്ഞതെന്നും നമുക്ക് മനസ്സിലാകും.